ഹലോ കൂട്ടുകാരെ, ഒരിക്കൽ ഒരു കുട്ടിയുടെ വീടിൻ്റെ മുൻപിൽ ഒരു ചെറിയൊരു കുന്ന് രൂപപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഞായറാഴ്ച പള്ളിയിലെ അച്ഛൻ പറയുന്നത് അവൻ കേൾക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മലകൾ വരെ അകന്നു പോകും. അത് ബൈബിളിലത്തെ ഒരു വചനമാണ് കേട്ടോ. മലകൾ വരെ അകന്നു പോകും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇവൻ്റെ മനസ്സിലത് സ്ട്രൈക്ക് ചെയ്തു. അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീട്ടിൽ വന്നിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത്രയും ദിവസത്തിനുള്ളിൽ ഈ കുന്ന് ഇവിടുന്ന് മാറിയാൽ മാത്രമേ, കുന്നിനപ്പുറത്ത് വിശാലമായൊരു പാടമുണ്ട്, കാണാൻ നല്ല അഴകുള്ള മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കുന്ന് കാരണം അവൻ പലപ്പോഴും അത് കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് വഴി വളഞ്ഞു പോയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അത്രയും മനോഹാരിതയാണ്. ഈ കുന്ന് മാറ്റപ്പെട്ടാൽ തനിക്ക് നേരിട്ട് തൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അവൻ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ അതിൽ വിശ്വസിച്ചു. ആ മല മാറിപ്പോകുന്നതായിട്ട് അവൻ സ്വപ്നം കാണാൻ തുടങ്ങി അവൻ്റെ മനസ്സിൽ. അങ്ങനെ പഞ്ചായത്തിൻ്റെ ഒരു നിയമം വരികയാണ്. ഇത്ര സ്ക്വയർ ഫീറ്റ് അല്ല ഇത്ര അടി അളവിൽ റോഡ് വികസിപ്പിച്ച് വരണം എന്നുള്ളൊരു നിയമാവലി അവിടെ ആ സമയത്ത് വരികയാണ്. അങ്ങനെ ഒരു 3 മാസത്തിനുള്ളിൽ അവൻ 90 ദിവസമോ അല്ലെങ്കിൽ എത്ര ദിവസമോ അവൻ വച്ചിരിക്കുന്ന കാലയളവ് ഉണ്ട്. പക്ഷേ 90 ദിവസത്തിനുള്ളിൽ അത് മാറ്റണമെന്നുള്ളൊരു നിയമം വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ JCB അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ കുന്ന് നികത്തപ്പെട്ടു. ഇവന് വളരെയേറെ സന്തോഷമായി. കാരണം താൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചൊരു കാര്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. അതവൻ്റെ കഴിവ് കൊണ്ടാണോ? അല്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് അവിടെ തെളിവാക്കപ്പെട്ടത് എന്ന് ആര് ചിന്തിക്കുന്നു? ആ കുട്ടി ചിന്തിക്കുന്നു. നിയമം നിയമത്തിൻ്റെ വഴിയെയും വിശ്വാസത്തിൻ്റെ വഴിയെയും കടന്നു പോകുന്നു. സാഹചര്യങ്ങൾ രണ്ടായിരിക്കാം, പക്ഷേ കാര്യം ഒന്ന് തന്നെയാണ്, അല്ലേ? ഇതുപോലെയാണ് ചിലരുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടാകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര തകർച്ചയുള്ള സമയമാണെങ്കിലും നമ്മളുടെ കൂടെ ദൈവമുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ സാധിക്കില്ല. അത് ചില വ്യക്തികളിലൂടെയോ ചില വസ്തുക്കളിലൂടെയോ ചില സാഹചര്യങ്ങളിലൂടെയോ ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആരും ദൈവത്തിനെ നേരിട്ട് കണ്ടതായിട്ട് പറയപ്പെടുന്നില്ല. ആയതിനാൽ എന്ത് നടക്കില്ല എന്ന് നമ്മുടെ മനസ്സിൽ നിരൂപിക്കുന്നു, അത് നടക്കും എന്ന വിശ്വാസത്തോടു കൂടി മനസ്സിൽ കാണണം. ഇപ്പോൾ പഠിച്ചാൽ കരകയറില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, ആ വിഷയത്തിനെ ഒന്ന് സ്നേഹിക്കാൻ, ആ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറിനെ ഒന്ന് സ്നേഹിക്കാൻ, അല്ലെ ആ ടീച്ചറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, കൂടെ ഇരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഏത് വിഷയം നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്നുണ്ടോ, ആ ടഫുള്ള വിഷയത്തെയും അത് പഠിപ്പിക്കുന്ന ടീച്ചറിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാണ്ട് സാധിക്കും. അതുപോലെ ജോലിയില്ല, ഏത് മേഖലയാണോ നിങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, ആ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മേഖലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതിനു വേണ്ടി അത് നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും ആ കഥ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം. താങ്ക് യു.